CPM സംസ്ഥാന സമ്മേളനത്തെക്കുറിച്ചാണ് കൊല്ലം ജില്ല ഒരുങ്ങിക്കഴിഞ്ഞു. മാർച്ച് 6 മുതൽ 8 വരെയാണ് കൊല്ലം ടൗൺ ഹാളിൽ പ്രതിനിധി സമ്മേളനം നടക്കുക. 2.5 ലക്ഷം പേർ പങ്കെടുക്കുന്ന പൊതുസമ്മേളനം മാർച്ച് 9 ആശ്രാമം മൈതാനത്താണ് നടക്കുന്നത്. 30 വർഷത്തിന് ശേഷമാണ് CPIM സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലം വേദിയാകുന്നത്. അതിന്റെ ആവേശം നേതാക്കളിലും പ്രവർത്തകരിലും പ്രകടമാണ്. 650-ലധികം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഇടതുപക്ഷ നേതാക്കൾ പ്രത്യേക ക്ഷണിതാക്കളായി സമ്മേളനത്തിനെത്തും. കൊല്ലത്തെത്തുന്ന സമ്മേളന പ്രതിനിധികൾക്ക് കൊട്ടാരക്കര ഉണ്ണിയപ്പവും കൊല്ലത്തിന്റെ തനദിനങ്ങളിലൊന്നായ വെട്ടുകേക്കും ചായക്കൊപ്പം നൽകും. എള്ള് കൃഷിക്കും കൊല്ലം പ്രസിദ്ധമാണ്. പ്രതിനിധികൾക്ക് എള്ളുണ്ട തയ്യാറാക്കാനായി ശൂരനാട് കേന്ദ്രീകരിച്ച് എള്ള് കൃഷിയും CPIM ചെയ്തിരുന്നു. ഭക്ഷണം തയ്യാറാക്കാൻ കർഷക സംഘത്തിന്റെയും കർഷക തൊഴിലാളി യൂണിയന്റെയും നേതൃത്വത്തിൽ മാസങ്ങൾക്ക് മുൻപേ ജില്ലയിൽ തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിരുന്നു. രാജ്യത്തെയും കേരളത്തിലെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ചരിത്രം പറയുന്ന പ്രദർശനം ആശ്രാമം മൈതാനത്ത് ആരംഭിച്ചു. കൊല്ലം ജില്ലയില് ഡച്ചുകാർ വന്ന കാലം മുതൽ, ഡച്ചുകാർ, പോർച്ചുഗീസുകാർ, ബ്രിട്ടീഷുകാർ അടക്കം വന്ന കാലം മുതലുള്ള ചരിത്രത്തെ 159 സ്ലൈഡുകളിലായി ഞങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. തുടർന്ന് കൊല്ലം സംഭാവന ചെയ്ത സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക രംഗങ്ങളിലുള്ള പ്രമുഖരായിട്ടുള്ള ആളുകൾ അവരുടെ പഴയകാല അനുഭവങ്ങൾ, ചെറിയ വീഡിയോകളൊക്കെ എന്ന് വേണ്ട എല്ലാ അർത്ഥത്തിലും, പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിന് നിർണായക സ്വാധീനം ചെലുത്തിയുള്ള നിരവധി ആളുകൾ, അവരുടെ ജീവിത ചരിത്രങ്ങൾ ഒക്കെ ആകെ ചേർന്നിട്ട് സമ്പൂർണ്ണമായ എക്സിബിഷൻ എന്നുള്ള നിലയിലാണ്. ഇടതുപക്ഷത്തിന്റെ പ്രസക്തിയും സർക്കാരിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളും പ്രമേയമാക്കിയ കലാജാഥയുടെ പ്രയാണവും ജില്ലയിൽ തുടരുകയാണ്. തെരഞ്ഞെടുപ്പുകൾ പടിവാതിലെത്തി നിൽക്കുമ്പോഴുള്ള സംസ്ഥാന സമ്മേളനം CPIMനെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ടതാണ്. ഭാവിയിൽ സംഘടന ഏതു രീതിയിൽ പോകണമെന്ന കാര്യത്തിൽ ഉറച്ച നിലപാടുകൾ എടുക്കുന്ന വേദി കൂടിയായിരിക്കും ഈ സംസ്ഥാന സമ്മേളനം. കൊല്ലത്തുനിന്ന് ക്യാമറാമാൻ അരുണ സാറിനൊപ്പം RN News 24.